അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സെയ്ദിൽ ബി ചെർപ്പശ്ശേരിയാണ്. പ്രിയപ്പെട്ട എൻ്റെ ഹബീബികൾ, ഇന്ന് നമുക്ക് ചപ്പശ്ശേരി ടൗണിന്റെ അടുത്ത് കേട്ടോ. ചപ്പശ്ശേരി ടൗണിന്റെ അടുത്ത് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണപ്പടി, നല്ല കൃഷ്ണപ്പടി, പേങ്ങാട്ടിരി എന്നൊക്കെ പറയുന്നുണ്ട് പരിസരത്ത് നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം മാറിയിട്ടുള്ള കേട്ടോ. കൃഷ്ണപ്പടി നമ്മൾ മോളൂർക്ക് പോകുമ്പോൾ മോളൂര് എന്ന് തന്നെ അറിയാം പറയാ ഈ സ്ഥലത്തിന്. അപ്പൊ നമുക്ക് അവിടുന്ന് കറക്റ്റ് ദൂരം ബസ് റൂട്ടിൽ നിന്ന് 100 മീറ്റർ ആണ്. നാലുപുറം വീടുകൾ എല്ലാം തിങ്ങി നിൽക്കുന്ന ഏഴിന് 29.5 സെന്റ് സ്ഥലവും 1200 അടിച്ചാപ്പൊളി സ്ഥലം കേട്ടോ. 1200 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ വീട്. നല്ല ടൈൽസ് ഒക്കെ ഇട്ട് വർക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ വർക്കും കഴിഞ്ഞ സൂപ്പർ വീടാണ് എന്റെ പുറകിൽ കാണുന്നത്. അപ്പൊ നമുക്ക് ഇൻഷാല്ല ഫുള്ള് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഇതിന്റെ വില ആദ്യത്തിനെ പറയാം. വെറും 35 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ. 29 സെന്റ് സ്ഥലവും ഈ വീടിനും 35 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അപ്പൊ ഇൻഷാല്ല ഫുള്ളായിട്ടൊന്ന് കാണാം. അപ്പൊ ഇതില് പ്രിയപ്പെട്ട ഹബീബികൾ, എന്താണ് ഇറങ്ങി വരുന്നതാണ് റോഡ് ഇട്ടാ. ടാറിംഗ് റോഡിൽ നിന്ന് നമുക്ക് 50 മീറ്റർ ആണ്. ബസ് റോഡിൽ നിന്ന് 100 മീറ്റർ ആണ്. നാലുപുറം വീടുകളുണ്ട്. പള്ളി മദ്രസയാണെങ്കിൽ 100 മീറ്റർ ചുറ്റളവിലുണ്ട് കേട്ടോ. നല്ല അടിച്ചാപ്പൊളി വീടുകളാണ്. നാലുപുറം നല്ല VIP ഏരിയയാണ്. പള്ളി മദ്രസ എന്ന് പറഞ്ഞാൽ 100 മീറ്ററുകൾ കേട്ടോ. സ്കൂള് കാര്യങ്ങളൊക്കെ ഇതിന്റെ പരിസരത്ത് കൊണ്ട് ഒന്നിനും ബുദ്ധിമുട്ടില്ല. എല്ലാവർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ്. ഈ സ്ഥലത്തിന്റെ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ വീട് അല്ലേ. ഈ വീടിന്റെ സ്ഥലം കിടക്കുന്ന ഈ വീടിന്റെ അപ്പുറത്തേക്കാണ് ബാക്കിയുള്ള സ്ഥലം കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ഫുള്ളായി കാണാം. സ്ഥലമൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിലേക്ക് കയറാം. ഇതിനെ നമുക്ക് 10 അടി റോഡ് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. 10 അടി റോഡാണ് കേട്ടോ. ഇത് നമുക്ക് അവകാശപ്പെട്ടതാണ്. ഈ 10 അടി റോഡ് ഈ പാടം വരെ പോകുന്നുണ്ട്. അപ്പൊ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. ഓപ്പൺ കിണറുണ്ട്. കാരണം ഇവിടെ പാടശേഖരവും കാര്യങ്ങളൊക്കെയാണ്. ഈ മതിൽ കഴിഞ്ഞാൽ വീടിന്റെ ബൗണ്ടറി കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ തൊടിയാണ്, പറമ്പാണ് അല്ലേ. നല്ല വാഴ, തെങ്ങ്, കവുങ്ങ്. വാഴ, തെങ്ങ്, കവുങ്ങ്. ഈ അറ്റം വരെ ഉണ്ട് കേട്ടോ. മൊത്തം 29.5 സെന്റ് സ്ഥലമുണ്ട് നമുക്ക്. ഇത് അത് വരെ ഉണ്ട്, താഴെ വരെ കേട്ടോ. പിന്നെ പ്രിയപ്പെട്ട ഹബീബിൽ കാണുന്നത് കേട്ടോ, സ്ഥലം കണ്ടില്ലേ. ഇതുവരെ അതിലുണ്ട്, അതിൽ വരെ ഉണ്ട് കേട്ടോ. കാണിച്ചു കൊടുക്ക്, ഫുള്ള് കാണിച്ചു കൊടുക്ക് കേട്ടോ. മാത്രമല്ല ഈ സ്ഥലത്തിന്റെ തൊട്ട് മുന്നിലൊക്കെ നമുക്ക് വീടുകൾ കെട്ടാൻ വേണ്ടി തറയൊക്കെ കെട്ടിയിട്ടുണ്ട്. നല്ല ഇതിൽ തന്നെയാണ് കണ്ടോ. ഹബീബികൾ കാണണം കണ്ടോ. തറ കെട്ടിയിട്ടുണ്ട്, പുതിയ തറ കെട്ടിയിട്ട് ഇവിടെ വീട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നാലുപുറം വീടുകൾ തിങ്ങിപ്പറത്തിരിക്കുന്ന ഒരു ഏരിയയാണ്, നല്ല സൂപ്പർ ഏരിയയാണ്. അപ്പൊ ഇനി നമുക്ക് വീടിന്റെ ഉള്ളൊക്കെ ഒന്ന് പോയി കാണാം. അപ്പൊ പ്രിയപ്പെട്ട ഹബീബികളെ, നമ്മളിപ്പോ സ്ഥലം കണ്ടു. ഇനി നമുക്ക് വീടിന്റെ ബൗണ്ടറിയൊക്കെ കടക്കാം. ഇവിടെ ചെറിയൊരു ഗേറ്റ് വെച്ചിട്ടുണ്ട്, അവിടെ വലിയ ഗേറ്റ് വാഹനത്തിൽ കയറാറുണ്ട്. ഇതിനെ വന്നു കഴിഞ്ഞാല് ഇവിടെ ഒരു അടക്കാപ്പഴത്തിന് മരം ഉണ്ട് കേട്ടോ, പേരയ്ക്ക. അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിണർ, ഓപ്പൺ കിണർ, യഥേഷ്ടം വെള്ളം കേട്ടോ. പാടത്തിന്റെ വക്കാതായതുകൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. അതിന്റെ പുറമെ ഇവിടെ ചെറിയൊരു ഷെഡ് ഉണ്ട്, അതും വാർപ്പിൽ തന്നെയാണ്. സൈഡൊക്കെ കാണിച്ചു കൊടുക്കട്ടാ. സൈഡൊക്കെ കാണിച്ചു കൊടുക്ക്, വീടിന്റെ ബാക്ക് കാണിച്ചു കൊടുക്ക്, എല്ലാ ഭാഗം കാണിച്ചു കൊടുക്ക്. ഇതെന്ത് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യാനുള്ള വറക് പേര അല്ലേ, വറക് പേര. ഇതാണ് വറക് പേര കേട്ടാ. അപ്പൊ പ്രിയപ്പെട്ട ഹബീബികൾ, അതിന്റെ പുറമെ ഒരു ബാത്റൂം ഉണ്ട് പുറത്തിട്ടാ. അതിന്റെ പുറമെ അലക്കാനുള്ള കല്ല്, പൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. തെങ്ങുണ്ട്, നാലുപുറം മതിലുണ്ട്. മാത്രമല്ല ബാക്കിൽ വീടുണ്ട് കണ്ടോ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് വീടുകളുടെ കോട്ടയാണ്, വീടുകളുടെ ചെങ്കോട്ടയാണ് കേട്ടോ. വീടുകൾ ഫുള്ള് വീടുകൾ, നല്ല VIP വീടുകൾ. ഇത് ബാക്കിലും കണ്ട വീടുകൾ. ഇവിടെ ഒരു സെന്റ് സ്ഥലത്തിന് തന്നെ ഇതിനേക്കാൾ നല്ല വില ഉണ്ട്. ഇതൊക്കെ ലാസ്റ്റ് വരെ പറഞ്ഞിട്ട് ഈ റേറ്റ്. കാരണം ഇതൊന്നും വേണോ. അതുപോലെ തന്നെ നമ്മുടെ തൊടി ഇതാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് റോഡ് സൈഡിൽ നിന്ന് കാണിച്ചു തന്നതിന്റെ തൊടി ഇതാണ്. കുറച്ച് താഴ്ച ഭാഗമാണ് തൊടി. അപ്പൊ നമുക്ക് ഇവിടെ ആണെങ്കിൽ 1 2 വീട് കയറ്റാനുള്ള സ്ഥലം ഇതിലുണ്ട് കണ്ടോ. അതിൽ പ്ലാവുണ്ട്, അങ്ങനെ തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, മാവുണ്ട്, എല്ലാ മരങ്ങളും ഉൾപ്പെടെയാണ് കേട്ടോ. ഇതൊക്കെ ഉൾപ്പെടെ 29 സെന്റ് സ്ഥലം. അതിന്റെ പുറമെ നമുക്ക് ഇവിടെ നമ്മൾ വാഴയും കാര്യങ്ങളൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ മിറ്റ് അങ്ങനെ ബൗണ്ടറി തിരിച്ചിട്ടുണ്ട്. ഈ വീടും സ്ഥലമായിട്ട് ബൗണ്ടറി തിരിച്ചിട്ടുണ്ട്. ഇനി അല്ല നിങ്ങൾക്ക് ഈ വീടും സ്ഥലം മതിയോ, അത് നമ്മൾ ന്യായമായ വിലക്ക് തരും കേട്ടോ. മൊത്തം വേണമെങ്കിൽ അങ്ങനെ തരും, അല്ലെങ്കിൽ വീടും സ്ഥലം ആണെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. അപ്പൊ വില വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മതിലായി. അപ്പൊ എല്ലാ ഭാഗവും പുറമത്തെ ഭാഗം നിങ്ങൾ കാണൽ കഴിഞ്ഞു കണ്ടോ. അപ്പൊ പ്രിയപ്പെട്ട എന്റെ ഹബീബിങ്ങൾ, ഇനി നമുക്ക് വീടിന്റെ ഉള്ളിൽ കിടക്കാം. ഗേറ്റ് ഒക്കെ തുറന്ന് വാഹനം, കാർപോർട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല പന്തലിക്കാർ 2 3 നാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. കളിച്ച് ക്ഷണിച്ചിക്കങ്ങള് അല്ലേ, ക്ഷണിച്ചിട്ടില്ല, കളിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ കാർപോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വാഹനത്തിനകത്തുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവനാണ് അടുത്ത സിനിമാ നടൻ മാമുക്കോയ. അപ്പൊ ഇങ്ങനെ കയറുക. ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് സിറ്റ് ഔട്ട്
നല്ല ടൈൽസ് ഒക്കെ ഇട്ടിട്ട് നല്ല ഇതിൽ തന്നെയാണ് കണ്ടോ, അത്യാവശ്യം നല്ല ഭംഗിയിലും. അതുപോലെ തന്നെ നല്ല ഡോറുകളെ വെച്ചിട്ടുണ്ട്. ഡോറുകൾ നിങ്ങൾ പ്രത്യേകം നോക്കണം. ഈ ഡോറുകൾ അല്ലേ, നമുക്ക് ഇവിടുന്ന് 2 ഡോർ വരുന്നുണ്ട് സിറ്റ് ഔട്ടിൽ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും പ്രവേശിക്കാം, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും പ്രവേശിക്കാം. ആ ഡോറുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ അടിപൊളി ഡോറല്ലേ. സൂപ്പർ ഡോറുകൾ, ജനലുകൾ ഇതല്ലേ. ഇതൊന്നും വേണ്ടെന്ന് ആരും പറയില്ല. കണ്ടു കഴിഞ്ഞാൽ അപ്പം ഇതിന് പൈസ തരും. അത് സോൾഡ് ഔട്ട് ചെയ്ത് കളയണ്ട, അത്രയ്ക്ക് നല്ല മുതലാ അത്. 35 ഉറുപ്പ്യക്ക് നിങ്ങൾക്ക് ഇത് കിട്ടുക പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു കിട്ടല വാങ്ങണവർക്ക് യാതൊരു സംശയമില്ല. അപ്പൊ ഇങ്ങനെ ഡോറൊക്കെ തുറന്നിങ്ങനെ കിടക്കുക. ഡോറൊക്കെ തുറന്നിങ്ങനെ കടന്നു കഴിഞ്ഞാൽ വലിയൊരു ഹാളാണ്. വലിയൊരു ഹാള് പറഞ്ഞാൽ നല്ല വലുപ്പത്തിലുള്ള നല്ല വലിയൊരു ഹാള് അല്ലേ, അല്ലേ, ഫുള്ള് നല്ല വലിയൊരു ഹാള്, നല്ല സൗകര്യങ്ങൾ. അതിന്റെ പുറമെ സോക്കേഴ്സ്, ഈ സോക്കേഴ്സ് ഒക്കെ ഒന്ന് കാണിച്ചോ. സോക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ ഇവിടെ തന്നെ സൈഡിൽ വെച്ചിട്ട്. അതുപോലെ ഇനി അടുത്തത് നമ്മളൊരു ബെഡ്റൂമിലേക്ക് കിടക്കണം, മാസ്റ്റർ ബെഡ്റൂം. 1200 സ്ക്വയർ ഫീറ്റ് ആണ് വീട്. അതിലത്തെ മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മൾ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട്. ഉണ്ടോ പ്രിയപ്പെട്ട അഭിമുഖങ്ങളെ കാണണം. ആ ബാത്റൂമുണ്ട്, അതിൽ ലൈറ്റ് ഇല്ല കേട്ടോ. ബാക്കി കാണിച്ചു കൊടുക്കാം. അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട്. ചുമരുമ്പോ തന്നെ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ ബെഡ്റൂമാണ്. അപ്പൊ പ്രിയപ്പെട്ട അഭിമുഖങ്ങളെ എടുക്കുന്നവർക്ക് ഇനി ഒരൊറ്റ കോട്ട് പെയിന്റ് വേണമെന്ന് പൂസ. എന്നാണല്ലോ പുതിയ വീടായി. വലിയ പഴക്കമൊന്നും ഇല്ലാത്ത വീട് തന്നെയാണ് കേട്ടോ. കൂടുതൽ പഴക്കമൊന്നുമില്ല. ടൈൽസ് കാര്യങ്ങളൊക്കെ നല്ല ഇതിൽ തന്നെയാണ്. അടുത്ത ഇനി രണ്ടാമത്തെ ഒരു ബെഡ്റൂം. അതിന്റെ പുറമെ ഇവിടെ കോമൺ ബാത്റൂം ഉണ്ട്. കോമൺ ബാത്റൂം ഉണ്ട് ഇവിടെ. അതിന്റെ പുറമെ രണ്ടാമത്തെ ഒരു റൂം ഇവിടെ ഉണ്ടോ. ഇത് നല്ല വലിയ റൂം തന്നെയാണ്. ഇതിലും സോക്കേഴ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. റാക്ക് ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. വലിയൊരു ബെഡ്റൂമാണ്. എല്ലാം ഭാഗം കാണിച്ചു. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി അടുത്തത് നമ്മൾ ഈ ആൾ തന്നെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാൻ പോകുന്നത്. 2 ബെഡ്റൂം കാണൽ കഴിഞ്ഞു, ഹാള് കാണൽ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു ബെഡ്റൂമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതും അത്യാവശ്യം നല്ല വലുപ്പത്തോട് കൂടിയിട്ടുള്ള നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള തന്നെയാണ് അല്ലേ. പ്രിയപ്പെട്ട ഹബീബുകളെ കാണുന്നതല്ലേ, നല്ല റൂം, നല്ല ബെഡ്റൂം, സൗകര്യങ്ങൾ ഏറെയുണ്ട്. അതുപോലെ തന്നെ കിച്ചൺ ആണെങ്കിൽ കിച്ചണ് നല്ല സൗകര്യ, റാക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയ ഉണ്ട്. ആ ബെഡ്റൂമും കാണൽ കഴിഞ്ഞാൽ നേരെ ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ട് കേട്ടോ. ഇതിന്റെ ഭാഗത്തൊരു വാഷ് ബേസ് ഉണ്ട്. ലൈറ്റ് ഇല്ലേ? കുഴപ്പമില്ല. വാഷ് ബേസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ കിച്ചൺ താഴത്തെ കബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോർ റൂം ഉണ്ട് കേട്ടോ. ആ സ്റ്റോർ റൂം ഒന്ന് കാണിച്ചു കൊടുക്കാം. എല്ലാ ഭാഗം കാണട്ടെ. ലൈറ്റില്ലോ. ആ സ്റ്റോർ റൂം ഒന്ന് കാണിച്ചു കൊടുക്കാം. സ്റ്റോർ റൂം സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കിച്ചൺ ആണെങ്കിൽ നല്ല വലിയൊരു കിച്ചണാണ്. ഫുള്ള് ടൈൽസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളതാണ്. ഈ ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ, കിച്ചൺ. അതുപോലെ തന്നെ നമുക്ക് വർക്ക് ഏരിയ അത്യാവശ്യം നല്ല വലിപ്പത്തോട് കൂടിയിട്ട് തന്നെയാണ്. ഇവിടെ നമുക്ക് സൗകര്യങ്ങൾ ഏറെയാണ്. കണ്ടോ, ലാസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ഗ്രില്ലടക്കം ഇട്ടിട്ടുണ്ട്. കണ്ടോ പ്രിയപ്പെട്ട അഭിമുഖങ്ങളെ. അപ്പൊ നിങ്ങൾ എല്ലാ ഭാഗവും കാണൽ കഴിഞ്ഞു അല്ലേ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ വീട് കണ്ടു, വീടിന്റെ പരിസരം കണ്ടു, അതിന്റെ തൊട്ടടുത്തുള്ള എല്ലാ സ്ഥലങ്ങളും കണ്ടു. മാത്രമല്ല ഇതിന്റെ പരിസരത്തൊക്കെ വീടുകൾ അത് നിങ്ങൾ കണ്ടു. നല്ല VIP ഏരിയയാണ്. 29.5 സെന്റ് സ്ഥലം, 29.5 സെന്റ് സ്ഥലവും വീടും പാടാണ് നമ്മൾ ഇതിന്റെ ഓണർ ചോദിക്കുന്നത് വെറും 35 ലക്ഷം രൂപയാണ്. അത് ഇനി നെഗോഷ്യബിൾ ഒന്നല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഫൈനൽ റേറ്റാ പറഞ്ഞിരിക്കുന്നത്. അതിന് നെഗോഷ്യബിൾ ആക്കാൻ വരരുത്. നമ്മുടെ ചാനലിൽ ഏറ്റവും കുറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യാറ്. 40-45 പറഞ്ഞിരുന്നതാണ്. പക്ഷെ നമ്മൾ 35 റുപ്യ അർജന്റ് സെയിൽ ആയതുകൊണ്ടാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ, ഇതിലാണെങ്കിൽ വരുമാന മാർഗത്തിന് നമുക്ക് അടക്കണ്ട്, തേങ്ങണ്ട്, വാഴണ്ട്, എല്ലാം ഉണ്ട്. 29.5 സെന്റ് സ്ഥലം. ഇവിടെ 1 സെന്റ് സ്ഥലത്തിന് എന്താ വില എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ വരിക, അന്വേഷിക്കുക. ഈ വീട് കാണാൻ വരുന്നവർ വീട് കാണുക, പോവുക. എന്നിട്ട് നിങ്ങൾ ഒന്ന് അന്വേഷിക്കാൻ വന്നോളൂ ഇവിടെ എന്താ സ്ഥലത്തിന് വില എന്നുള്ളത്. കാരണം പള്ളിയാണെങ്കിൽ ഇവിടുന്ന് 100 മീറ്റർ ആണ്. 100 മീറ്റർ മദ്രസക്ക് ഇവിടുന്ന് കുട്ടികളെ പറഞ്ഞാൽ ഓലോടെ എത്തിക്കോളും. ഇവിടെ അടുത്താ, വണ്ടർ ആവശ്യമില്ല, ആളുടെ ആവശ്യമില്ല. സ്കൂളാണെങ്കിൽ അതുപോലെ 250 മീറ്റർ സ്കൂള്, മദ്രസ, സ്കൂള്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അമ്പലങ്ങളാണെങ്കിൽ അമ്പലങ്ങൾ ഇതിന്റെ പരിസരത്ത് കൂടെ ഉണ്ട്. തൊട്ടടുത്തില്ല, കുറച്ച് അങ്ങോട്ട് 1 കിലോമീറ്റർ ഒക്കെ അങ്ങോട്ട് മാറണം. പിന്നെ അത് മാത്രമല്ല, ഇത് ബസ് റൂട്ടിൽ നിന്ന് കൃഷ്ണപ്പള്ളിയിൽ നിന്ന് നമ്മൾ കൈലിയാട് കുളപ്പള്ളി പോകുന്ന റോഡ് മോളൂരാണിത്. ബസ് റൂട്ടിൽ നിന്ന് ആകെ ദൂരം 100 മീറ്റർ, കൂടുതലില്ല. അതേപോലെ തന്നെ വീടുകളുടെ ചാകര. കാരണം 4 പുറം നല്ല VIP ഏരിയ, നല്ല ഏരിയ നമ്പർ 1 ആണ്. ഓപ്പൺ കിണർ, എനി ടൈം വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല. പ്രത്യേകിച്ച് ഇത് പാടത്തിന്റെ വക്കാണ്.
കൃഷി സ്ഥലമാണ് ഇതിന് തൊട്ടപ്പുറത്ത്. അതുകൊണ്ട് തന്നെ വെള്ളം യഥേഷ്ടം കിട്ടുന്ന സ്ഥലമാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ഇത് പാലക്കാട് ജില്ലയിലാണ്, ചെർപ്പുളശ്ശേരിയിൽ നിന്ന് നമ്മൾ വല്ലപ്പുഴ പോകുമ്പോൾ അല്ലെങ്കിൽ പട്ടാമ്പി പോകുമ്പോൾ കൃഷ്ണപ്പടി എന്ന് പറയുന്നതിൻ്റെ പരിസരത്താണ്. അപ്പോൾ എൻ്റെ ഹബീബികൾ ഇതൊന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പുകളിൽ എത്തിക്കണം, പുതിയതായി കാണുന്ന ആളുകൾ. കാരണം ഇങ്ങനത്തെ വീടുകൾ അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ഹബീബികൾ നമ്മുടെ അടുത്തുണ്ട്. ഇത് എടുക്കുന്നവന്, ഞാൻ ഇപ്പോഴും പറയുന്നു, എടുക്കുന്നവൻ ലാഭമാണ്, യാതൊരു സംശയമില്ല. 100% ലാഭമുള്ള ബിസിനസ്സാണിത്. ഇവർക്ക് ഇത് അർജൻറ്റായിട്ടാണ് കൊടുക്കുന്നത്. അതാണ് ഈ 35 റുപ്യ എന്ന് പറയുന്നത്. 1200 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂം, ഹാള്, ഡൈനിങ് ഹാള്, കിച്ചൺ ഒക്കെ ഉണ്ട്. എല്ലാം നിങ്ങൾ കാണൽ കഴിഞ്ഞു. നല്ല മഴയും കാറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ഹബീബികളുടെ ഒന്ന് ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പുകൾക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക്, ഫാമിലികൾക്ക്, എല്ലാത്തിലേക്കും നിങ്ങളൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം ഇത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുലുക്കും. മഹസ്സലാമ.